ഹലോ ഡിയേഴ്സ്, ഇന്ത്യയിലെ സയൻസ് പഠന ഗവേഷണ രംഗത്ത് ഏറ്റവും മികച്ച സ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ രണ്ടാമത്തെ റാങ്കുള്ള ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ രണ്ടാമത്തെ റാങ്കുള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ സയൻസ് പഠനവുമായി ബന്ധപ്പെട്ട് സയൻസിന്റെ ഉന്നത പഠന ഗവേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും മികച്ച റിസർച്ച് നടക്കുന്ന ഏറ്റവും മികച്ച അധ്യാപകരുള്ള ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. ബാംഗ്ലൂരു ക്യാമ്പസ് ഉള്ളത്. ഈ മനോഹരമായിട്ടുള്ള ക്യാമ്പസ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സയൻസുമായി ബന്ധപ്പെട്ടുള്ള പഠനം, അതുപോലെ തന്നെ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് ബിടെക് കോഴ്സുകൾ, അതുപോലെ തന്നെ എംടെക് കോഴ്സുകൾ, സയൻസിൽ തന്നെ വ്യത്യസ്ത സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, റിസർച്ച് സയന്റിസ്റ്റ് ഒക്കെ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ തന്നെ ഒട്ടനവധി പ്രമുഖരെ വാർത്തെടുത്തിട്ടുള്ള, ഇന്റർനാഷണൽ ലെവലിലുള്ള ആളുകളെയും വാർത്തെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളൊക്കെ വലിയ വലിയ ഇന്റർനാഷണൽ കമ്പനികളിൽ, കോർപ്പറേറ്റ് കമ്പനികളിൽ, അതുപോലെ തന്നെ സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെയാണ് പ്രധാനമായിട്ടും ജോലി ചെയ്യുകയും അവരുടെ പഠന ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് സയൻസ് സ്ട്രീമിൽ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടുവിന് ശേഷം എങ്ങനെയാണ് ISc എത്താൻ വേണ്ടി പറ്റുക എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്ക് എങ്ങനെ എത്തിപ്പെടാം, ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് റിസർച്ച് പ്രോഗ്രാമുകളായിട്ട് 4 ഇയർ പ്രോഗ്രാമുകളാണുള്ളത്. ബാച്ചുലർ ഓഫ് സയൻസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണുള്ളത്. നിങ്ങൾക്ക് സയൻസുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളെക്കുറിച്ച് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ചോടുകൂടി ഒരു വർഷത്തെ ദീർഘമായിട്ടുള്ള ഇന്റേൺഷിപ്പോട് കൂടിയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ബാച്ചുലർ ഓഫ് സയൻസ് എന്ന് പറഞ്ഞ റിസർച്ച് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള 4 വർഷത്തെ കോഴ്സാണ്. അതുപോലെ തന്നെ ബിടെക് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്. 4 ഇയർ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്ക് പോകണമെങ്കിൽ, ടെക്നോളജി മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ കോഴ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ? സാധാരണ രീതിയിൽ പ്ലസ് ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ആണ്. ഡിഗ്രി കഴിഞ്ഞ ശേഷം ഡിഗ്രി, PG, PhD പ്രോഗ്രാമുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്ലസ് ടു പാസ്സാവണം എന്നുള്ളതാണ് ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. 60% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും നിങ്ങൾ പഠിച്ചിരിക്കണം ആസ് മെയിൻ സബ്ജക്ട് വിത്ത് 60% മാർക്ക് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നിങ്ങൾ 60% മാർക്കോട് കൂടി PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇതിൻ്റെ റൂട്ട് മാപ്പ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് എന്താണ് റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്? ഫസ്റ്റ് നിങ്ങളുടെ പ്രയർ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ. 2 എക്സാമുകളിലേക്ക്, 2 കോഴ്സുകളിലേക്കുള്ള എൻട്രിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്ന് ബാച്ചലർ ഓഫ് സയൻസ് റിസർച്ച് എന്നുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ IIT JEE മെയിൻ എക്സാമിനേഷൻ വഴി, അല്ലെങ്കിൽ IIT JEE അഡ്വാൻസ് എക്സാമിനേഷൻ വഴി, അല്ലെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് ഐസറിലേക്ക് നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷൻ. ഇന്ത്യയിലെ സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് സെന്റർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് സെന്ററുകളാണ് ഐസറുകൾ എന്ന് പറയുന്നത്. ഐസറുകളിലേക്ക് അവരുടെ അഡ്മിഷൻ വേണ്ടി നടത്തുന്ന ഐസറിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IAT എക്സാമിനേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നീറ്റ് UG നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് MBBSനൊക്കെ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷനാണ്. ആ എക്സാമിനേഷനൊക്കെ ഇതിൻ്റെ ക്രൈറ്റീരിയ ആണ് ഈ പറയുന്ന ബാച്ചുലർ ഓഫ് സയൻസ് റിസർച്ച് എന്നുള്ള കോഴ്സുകളിലേക്ക്. അതിൽ എന്തൊക്കെയാണ് ഡിസിപ്ലിൻസ് എന്നുള്ള സ്വഭാവത്തിൽ അവൈലബിൾ ആവുക? ബയോളജി ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, എർത്ത് ആൻഡ് എൻവയോൺമെന്റ് ഉണ്ടാവും, എൻവയോൺമെന്റ് സ്റ്റഡീസ് ഉണ്ടാവും, മെറ്റീരിയൽസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഡിസിപ്ലിൻ എന്ന സ്വഭാവത്തിൽ പഠിക്കാനുണ്ടാവുക. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ബിടെക് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് എത്താന്നുണ്ടെങ്കിൽ അതിനൊറ്റ ക്രൈറ്റീരിയ ഉള്ളത് IIT JEE അഡ്വാൻസ് എന്നുള്ള എക്സാമിനേഷൻ വെച്ചുകൊണ്ട് അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. മാത്തമാറ്റിക്സും കമ്പ്യൂട്ടിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ 2 കോഴ്സുകളിലേക്കും ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് IASയിലേക്ക് പ്രത്യേകമായ എക്സാമിനേഷൻസ് അല്ല. ഓൾറെഡി മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും ക്വാളിഫയിങ് എക്സാമിനേഷൻ ആയിട്ടുള്ള NITയിലേക്കും IITയിലേക്കുള്ള എക്സാമിനേഷനാണ് JEE മെയിൻ, അതുപോലെ തന്നെ അഡ്വാൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഐസറിലേക്ക് എക്സാമിനേഷനാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ കോഴ്സുകളിലേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള നേരത്തെയുള്ള എൻട്രൻസ് എക്സാമിനേഷനൊക്കെ നിങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് IASc കൂടി നിങ്ങൾ പ്രിഫറൻസ് വെക്കുകയും അതനുസരിച്ച് അപ്ലൈ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റേത് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ട്യൂഷൻ ഫീ ആനുവൽ നിങ്ങൾക്ക് എന്താണ്, ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ജനറൽ OBC EWS കാറ്റഗറിക്ക് 10,000 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. SC STക്ക് ഫീ
ചെയ്യാനില്ല, ഫുള്ളി വേവ്ഡ് എന്നുള്ള സ്വഭാവത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജിംഖാന ഫീ എന്ന് പറയുന്നത് ആനുവലിൽ 1200 രൂപയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതർ അക്കാഡമിക് ഫീസ് എന്ന് പറയുന്നത് 3700 രൂപയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ഡെപ്പോസിറ്റ്, ലൈബ്രറി ഡെപ്പോസിറ്റ് ഒക്കെ രണ്ടും റീഫണ്ടബിൾ എമൗണ്ട് ആണ്. 1500 ഉണ്ട്. 15000 രൂപ ഓൾറെഡി നിങ്ങൾക്ക് എന്തായി ഈ പറഞ്ഞ പോലെ ഇതിൽ തന്നെ കുറക്കാൻ വേണ്ടി പറ്റും, കാരണം അത് തിരിച്ചു കിട്ടുന്ന പൈസയാണ് എന്നതാണ്. അങ്ങനെ ഏകദേശം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 രൂപ സ്റ്റുഡൻറ് എമർജൻസി ഫണ്ട് എന്നുള്ള എമർജൻസി ഉണ്ടാവും. അപ്പോൾ 30,200 രൂപയിൽ നിങ്ങൾക്ക് 15,000 രൂപ റീഫണ്ടും കിട്ടുകയാണെങ്കിൽ ഏകദേശം 15,000 രൂപയെ നിങ്ങൾക്ക് ഒരു വർഷം വരുന്നുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നതാണ്. അങ്ങനെ അത്രയും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റിയ, എന്നാൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ പഠിക്കാൻ പറ്റിയ മറ്റേത് സ്ഥാപനമാണുള്ളതെന്ന് നോക്കുക. ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ IIT മദ്രാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ട് താഴെ കാണാൻ സാധിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് IISc ബാംഗ്ലൂർ ആണെന്നുള്ളതാണ്. SC/STക്ക് 20,000 മാത്രമേ ഫീസും വരുന്നുള്ളൂ. അതിൽ ഈ പറഞ്ഞ പോലെ 15,000 വേവറാണ്. അത് 5,000 സംതിങ്ങേ നിങ്ങൾക്ക് ഫീസ് ഉണ്ടാവുള്ളൂ SC/ST PWD കാറ്റഗറിക്ക് എന്നുള്ളത്. അത്രയും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക്. മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് സ്കോളർഷിപ്പ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് സ്കോളർഷിപ്പ് 5,000 രൂപ BSc റിസർച്ചിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോളർഷിപ്പ് കിട്ടുന്നുള്ളതാണ്. അതായത് ഫീസ് കൊടുക്കുകയും വേണ്ട, എന്നാൽ തിരിച്ചിങ്ങോട്ട് സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. മാത്രമല്ല മറ്റ് ഇൻസ്പയർ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ IISc പ്രൊമോഷണൽ സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് 5,000 രൂപ കിട്ടുന്നത്. അത് BSc റിസർച്ച് കോഴ്സിന് മാത്രമേ ഉള്ളൂ, BTech പ്രോഗ്രാമിനില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബേസ്ഡ് ഓൺ നിങ്ങളുടെ മോഡ് ഓഫ് എൻട്രി അനുസരിച്ച് ഈ പറയുന്ന സ്കീമൊക്കെ അനുസരിച്ച് അഡ്മിഷൻ കിട്ടും, അതുപോലെ സ്കോളർഷിപ്പ് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യൻ മൾട്ടിനാഷണൽ ഏജൻസികൾ HP ഒക്കെ പോലെയുള്ള, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളും ബിസിനസ് ഹൗസസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? നിങ്ങൾ ഇത്തരം ഒരു സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ ഒരു സംശയമില്ല, നമ്മൾ എത്തിപ്പെടുന്ന സ്ഥാപനം ബെസ്റ്റ് ആണെങ്കിൽ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സ്കോളർഷിപ്പ് നൽകിക്കൊണ്ട് നിങ്ങളെ ഫണ്ട് ചെയ്യാനും ഒക്കെ പ്രൈവറ്റ് ഏജൻസീസും ഗവൺമെൻറ് സംവിധാനങ്ങളും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് IISc എന്ന് പറയുന്ന ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതിനെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.